ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു മാംഗോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ നടക്കുന്ന ഒരു വലിയ ഒരു സൂക്ക് വാക്കിഫിൽ നടക്കുന്ന ഒരു നല്ലൊരു പരിപാടിയാണ്. അപ്പൊ നമ്മളിപ്പം കാണാൻ പോകുന്നത് ഞാനുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ സുരു ഉണ്ട്. സുരു, എന്താ കാണാൻ പോകുന്നത്? നമ്മളിന്ന് ഖത്തറിലെ മാംഗോ ഫെസ്റ്റിവലാ? അതെന്ത് ശരിക്കും സംഭവം എന്നാ? എനിക്കറിയില്ല. നമ്മൾ ഈ എന്താ പറയാ, ഈ കൊറേ ടൈപ്പ് മാങ്ങയൊക്കെ ഉണ്ടാവല്ലോ, അപ്പം അതൊക്കെ ഇങ്ങനെ ഷോ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാ. അപ്പം ഇത് കറക്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ സൂക്ക് വാക്കിഫിന്റെ ഉള്ളിലാണ് വരുന്നത് ലൊക്കേഷൻ. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അത് വരുന്നത്. നമ്മുടെ സൂക്ക് വാക്കിഫ് അൽഫർദാന്റെ നേരെ അപ്പുറത്ത്. അപ്പൊ നമ്മൾ കയറാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പം വന്നത് കയറാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഫാമിലി മാത്രമേ അലോഡ് ഉള്ളൂ. കണ്ടില്ല, നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ട്. ക്യൂ ഒക്കെ കടന്നിട്ട് ഫാമിലി മാത്രമേ അലോഡ് ഉള്ളൂ. അപ്പം നമ്മളിപ്പോ കയറാൻ പോവാണ്. ബാബാ കേറി യാള്ള സോറാണ്, ചുമ്മാ പറയുകയാണ്. അപ്പം വലിയ എന്താ പറയാ, അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. നല്ല ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു മാംഗോന്റെ സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ സുരു? അതെ, നല്ല സ്മെല്ലൊക്കെ ഇല്ലേ? എങ്ങനെയുണ്ട്? നല്ല കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ടല്ലേ ഖത്തറീസും? ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാവാം, നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. നമ്മളൊരു പുഷ്പോത്സവം എല്ലാം കാണാൻ പോയാലുണ്ടല്ലേ? പുഷ്പോത്സവത്തിന് പോയിനാ? ഫ്ലവർ ഷോ മറ്റേ ഫ്ലവർ ഷോ ഞാൻ കണ്ടിട്ടില്ല. ഇവന് കുറെ കൊല്ലമായിട്ട് ഇവിടെ ഖത്തറിലെ തന്നെയാണ്, ഒരു പ്രവാസി മലയാളിയാണ്. അപ്പൊ എല്ലാരും ആ സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് ഇവനിത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവനാണ് നമ്മുടെ ഗൈഡ്. മാംഗോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ആകെ വാടിപ്പോയ പോലത്തെ പഴങ്ങൾ വന്നിട്ടില്ലേ? മാങ്ങന്റെ പേരിലെ അതാ ഇവിടെ ഉണ്ടാവടാ, നാസർ ബിൻ ഖാലിദ്. അതല്ലല്ലോ മാംഗോന്റെ പേര്. മാങ്ങന്റെ പേരിൽ പഠിച്ചിട്ടേ പിന്നെ പറയാം. ചോസ ഇന്ത്യ. ഇതാണ് ചോസ ഇന്ത്യ എന്ന് പറഞ്ഞ, നമ്മുടെ ഇന്ത്യക്കാരെ പോലെ കുറച്ച് വാടിയിട്ടൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇത് കുറച്ച് കളറൊക്കെ ഉള്ള പോലെ ഉണ്ട്, കണ്ടില്ലേ? കൊറേയൊക്കെ നമ്മൾ വരുന്ന സമയം കൊണ്ട് തന്നെ ക്ലോസ് ആയി. മിക്കതും ക്ലോസ് ആയി, ഫുള്ള് സാധനം തീരാൻ തുടങ്ങി. അവരിങ്ങനെ എന്താ പറയാ, നമ്മൾ ഈ മാർക്കറ്റിലെല്ലാം കാണുന്ന പോലെ സാധനം ചെറിയ പൈസക്ക് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ ഐസ്ക്രീമിന്റെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഗ്രാൻഡ് മാളിന്റെ ഒക്കെ ഐസ്ക്രീമിന്റെ, മാംഗോന്റെ സ്വീറ്റ്സ്, മാംഗോന്റെ പുഡിങ്, മാംഗോന്റെ കേക്ക്, മാംഗോന്റെ സ്വീറ്റ്സ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തീർന്നു പോയി. നമ്മുടെ ബ്രോ 2 ജ്യൂസും അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതേപോലത്തെ ഒരു 2 വാങ്ങിയിട്ടുണ്ട്. ആകെ 2 ഉള്ളൂ, നമ്മൾ 3 പേരുണ്ട്. അപ്പം ഈ സാധനം ഇതാണിതാ ഫ്രഷ് മാംഗോ ജ്യൂസ് എന്ന് പറയുന്നത്. നമ്മളെന്താ മാംഗോ ജ്യൂസ് കാണാത്തോണ്ടാ? കലക്കി കുടിച്ചു വരും. ഇല്ലല്ലേ? മധുരമില്ല. കലങ്ങാത്തോണ്ടാണോ? രസമില്ലെങ്കിൽ ഇതാ ഈ സാധനം ഇപ്പൊ റിട്ടേൺ കൊടുക്കും നമ്മള്. നീ മേടിച്ച അതെല്ലാം മേടിക്കണ്ടെന്നാ? രസമില്ലാന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്താ പോരെ. ആസ് എ വ്ളോഗർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്, പക്ഷെ ഒട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പൊ നമ്മളിത് തിരിച്ചു കൊടുക്കാൻ പോവാണ്. അവിടെ ബില്ലവിടെ നീ അതിങ്ങെടുക്ക. അപ്പം ആ സാധനം നമ്മൾ റിട്ടേൺ ആക്കിയിട്ടുണ്ട്. ഒരിക്കൽ കുടിച്ചിട്ട് തന്നെ ചെക്കന്റെ പൂതി മാറി. ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ രണ്ടാമത് ഈ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ട് മാംഗോ ജ്യൂസ്. ഇവിടെ എല്ലാരും ഭയങ്കര ജ്യൂസ് ഫാൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ജ്യൂസ് ട്രൈ ചെയ്യാൻ. സുരുമാൻ ഇന്ന് ഇതൊന്ന് കുടിച്ച് കാണിച്ചു കൊടുക്കും. രണ്ടാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ സുരുമാൻ. ഇതാ പുതിയ കമ്പനി, പുതിയ ജ്യൂസ്, പുതിയ കളറ്. ഇപ്പൊ ഇത് എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഇത് സൂപ്പറാണോ? ഒറിജിനൽ മാങ്ങയുടെ തന്നെ ജ്യൂസാണ്. നേരത്തെ വന്നത് എന്തോ ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഗ്യാസും ഡീഫ്രോസ് ചെയ്ത പോലത്തെ ഒരു സാധനം.
ജാസ് ഉപ്പുമാവ് പറഞ്ഞതാ. എന്തെന്നറിയോ, മൊത്തം കുറ്റം പറയുന്ന പോലെ ഒട്ടും കോണയില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ പപ്പായ ജ്യൂസ് പോലെ ഉണ്ട്. സത്യം പറഞ്ഞ ഒരു കൊള്ളത്തില്ല. അതെ, എന്തോ ഒരു ജ്യൂസ് പോലെ ഉണ്ട്. പോരാ ഇത് കണ്ടില്ല, ചാർജ് ചെയ്തിട്ട് മെനു അടിച്ചിട്ട് നല്ല ഡിസൈൻ തന്നെ അല്ലേ. ഇത് മൊത്തം മാംഗോ ഫ്ലേവറിൽ അടിക്കുന്ന ഐസ്ക്രീമാണ്. മാംഗോ വാനില, മാംഗോ ഇത് എന്താ എന്തോ ഒരു കോണിന് 10 റിയാൽ, 30 റിയാലിന് നമ്മൾ കോൺ ഐസ്ക്രീം വേണം. ഒരു റിയാലിന് പറഞ്ഞില്ല. ഒരു കപ്പിന് ഒരു ചെറിയൊരു സ്കൂപ്പിന് 10 റിയാൽ. സോ എക്സ്പെൻസീവ്. ഐ ഹാവ് മണി ബട്ട് സോ എക്സ്പെൻസീവ്. ഇത് നമ്മുടെ കൂട്ടുകാരന്റെ കമ്പനിയാണ്, ബ്രൂസ് കഫേ. അതിവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് വീഡിയോ നോക്കിയിട്ട് ആരൊക്കെ ഉണ്ട് നോക്കാം. ഇതാ ഇവിടെ 2 റിയാലിന്റെ ഐസ്ക്രീം ഉണ്ട്. ഇവിടെ എല്ലാം കിട്ടും. ഈ ഒരു കൗണ്ടറിൽ 2 റിയാൽ ഐസ്ക്രീം. ചില സ്ഥലത്തൊക്കെ എക്സ്പെൻസീവ് ആണ്, ചില സ്ഥലത്തൊക്കെ ഭയങ്കര ലോയാണ്. അപ്പൊ ഇത് നമ്മളൊരു 3 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കഴിക്കൽ തന്നെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരു മുതലല്ലേ, വേർത്തല്ല 2 റിയാലിന്. വെറുതെ നമ്മളിങ്ങനെ ഫുഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ കുറെ കഴിക്കണം, അതുകൊണ്ട് നമ്മള് ചെറുതായി കഴിക്കണം. ഇത് ഫോക്കസ് പോകുന്നില്ല, അത് ഒട്ടാം. ആയി ഇത്രേ ഉള്ളൂ, ഇത്ര എണ്ണം. ഓക്കെ, ഇവിടെ മാംഗോ ഫെസ്റ്റിവൽ. ഓക്കെ, ഇതേതാണോ മാങ്ങ? ഇത് ഗോവ മാങ്ങ. ഏത്? ഗോവ മാങ്ങ. അപ്പൊ അതോ? റംബൂട്ടാൻ മാങ്ങ. ഇതോ റംബൂട്ടാൻ മാങ്ങ. അപ്പൊ അതോ? ഇത് വാട്ടർ മിലൻ മാങ്ങയാ. നമ്മളെ ലുലുക്കാരൊരു കോമഡി. മാംഗോ ഫെസ്റ്റിവലിന് അവര് ബത്തക്കല്ലേ വെക്കുന്നു അല്ലേ? എല്ലാം ചെറിയ പൈസയൊക്കെ തട്ടി വിടുന്നുണ്ട്. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഇപ്പൊ ക്ലോസിംഗ് ടൈമാണ്. ചെറിയ പൈസക്ക് ഇപ്പൊ 5 റിയാലും 10 റിയാലിനൊക്കെയാ കൊടുക്കുന്നത്. അപ്പൊ അതാ ട്രയലിനൊക്കെ കൊടുക്കുന്നതാ. ടെസ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു ദസറിന്ന് പറഞ്ഞിട്ടൊരു മാംഗോ ആണ്. കിലോക്ക് 28 റിയാൽ. ഇതാണ് സാധനം. പഴുത്ത് കഴിഞ്ഞാൽ ഇതാണ് സാധനം. ടെസ്റ്റ് ചെയ്യുന്നത്. ടേസ്റ്റ് ഉണ്ട്. ഒരു പച്ച കളർ ആണെങ്കിലും ഓക്കെ അല്ലേ? പക്ഷെ അത്ര ഒരു സംതിങ് എന്തോ ഒരു കുറവുണ്ട്. അത്ര ഓക്കെ അല്ല അല്ലേ സുരു? അത്ര ഓക്കെ അല്ലല്ലോ, എന്തോ ഒരു കുറവില്ലേ? ഒരു റിട്ടൺ മാംഗോന്റെ ടേസ്റ്റ് വരും. മാംഗോ എന്ന് പറഞ്ഞാ മാങ്ങല്ല, തേങ്ങ. ഒരു മാംഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നൊസ്റ്റ് കിട്ടണം കഴിക്കുമ്പോ. അതൊന്നും ഇവിടെ ഉണ്ടാവില്ല, എന്നാലും നമുക്ക് നോക്കാം. മധുരം ഇല്ലടാ, പക്ഷെ നല്ല ജ്യൂസിയാണ്. മധുരം കുറവ്. ഒരു എക്കോ മാംഗോ സ്മെല്ല് വരും. ഇതേത് മാംഗോ? പാഷൻ മാംഗോ. അവിടെ അത് 15 റിയാൽ കാണിക്കുന്നത്. 15 റിയാലിന് വേർത്താണെന്ന് വെച്ചാൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉപ്പിലിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു. ഇത് നമ്മുടെ സഫാരിന്റെ അവര് കുറച്ച് മാംഗോ ഉപ്പിലൊക്കെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. 5.75 പൈസ. അപ്പം പോരാ മല്ലിക മാങ്ങ.
മല്ലിക ഈ ഒരു ടൈപ്പിലാണ് മല്ലിക വാങ്ങേണ്ടത്. സാമ്പിൾ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഒഴിവാക്കാം. ഇവനാള് ശരിയില്ല, ഇവന്റെ ആറ്റിറ്റ്യൂഡ് അത്ര എനിക്കത്ര ഇഷ്ടപ്പെടില്ല. ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ സാധനം എവിടെ, ഈ സാധനം എവിടെ. അത് നമ്മുടെ സൂക്കാക്കിട്ടുണ്ട് കേട്ടോ. ഇതിനെ പറ്റി ക്ലാസ് ഇത് പച്ചക്ക് ഇത് തോരൻ വെക്കാറുണ്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ മേല് തേക്കാനും കുളിക്കാനൊക്കെ ഇത് ഉപയോഗിക്കണം. പിന്നെ മെഡിസിന്. ഇത് തോരൻ വെക്കും പച്ച. ഇത് കണ്ടിട്ട് മാതിരി ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ പക്ഷിക്കടയിലേക്ക് പോവാണ് ഗായ്സ്. പക്ഷിക്കടയിൽ പോവാണ് ഗായ്സ്. ഇതിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കറി വെച്ച് തിന്നേക്കാം. സൂപ്പർ സാധനം. പലതരം ഗോൾഡ് ഡിവിഷനെ കണ്ടിട്ടുണ്ടാവും. ഇതാ ഇത് ഗോൾഡ് ഡിവിഷന്റെ വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്, ഇത് വേറൊരു ടൈപ്പ്. ഇത് ഈ കറുത്ത കളറുള്ള ഗോൾഡ് ഡിവിഷ് ആരെയും കണ്ടിട്ടുണ്ടോ? കറുത്ത കളറുള്ള ഗോൾഡ് ഡിവിഷ് എന്നാ രസമാണ് അറിയോ. ഇത് കറുത്ത കളറുള്ള. ഇനി ഒരു വേറൊരു ടൈപ്പ് ഉണ്ടോ? എവിടെ 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 ഇത് വേറൊരു ടൈപ്പ് ഗോൾഡ് ഡിവിഷ്. ഇത് വേറൊരു ടൈപ്പ് ഗോൾഡ് ഡിവിഷ്. കണ്ടോ, ബ്ലാക്കും സിൽവറും ആയിട്ടുള്ള ഒരു നല്ലൊരു കോമ്പോ പീസ്. പിന്നെ ഇത് മുള്ളപ്പന്നീനെ പോലത്തെ കുറച്ച് മീനുകൾ, ചെറിയ നത്തല്, തോട്ടന്ന് കിട്ടും ഇതിനൊക്കെ അടിപൊളി. ഇത് നല്ല രസമാണ് കേട്ടോ. എന്റെ പാത്രം ശരിയുണ്ടോ? ശരിയുണ്ടോ എന്റെ ഡബ്ബ? അല്ല പാത്രം പാത്രത്തിനകത്ത് കൊച്ചു കിടക്കല്ലേ. ഇത് വാങ്ങിയാണ്. നമ്മൾ ഡേറ്റിലെ പോകുന്ന നല്ല ബൗളുണ്ട് സുരു. അത് വാങ്ങിട്ട് വാങ്ങാം അല്ലേ? മറ്റേ പുഴയെ കാണുന്ന മീൻ സുരു.